Hi everyone, welcome back to my channel Mom's Artistry. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ആണ് ചെയ്യാൻ പോകുന്നത്. ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്ന ഫോട്ടോന്റെ ഒരു ഔട്ട്ലൈൻ ചാർട്ട് പേപ്പറിൽ വരയ്ക്കണം. ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം 0.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ വരച്ചെടുക്കണം. രണ്ടാമത്തെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഓരോ കോർണറിൽ നിന്നും 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കണം. എല്ലാ കോർണറിൽ നിന്നും വരച്ചതിന് ശേഷം 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ വീണ്ടും 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിലും സെയിം മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ എന്നിട്ട് ആ 2 സൈഡും കൂടി ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു സൈഡിലാണ് വരച്ചു കഴിഞ്ഞു. അതുപോലെ ബാക്കിയുള്ള 3 സൈഡിലും സെയിം മെഷർമെൻറ്റിൽ വരച്ച് എടുക്കണം. ഇപ്പോൾ 4 സൈഡും വരച്ചതിന് ശേഷം ചെറിയ 2 സൈഡിലും ഇപ്പോൾ ആദ്യം ഒരു സൈഡ് എടുക്കുക. എന്നിട്ട് അവിടെ സെക്കൻഡ് ലൈനിൽ 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്യിക്കണം. മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിൽ നിന്ന് തൊട്ടടുത്തുള്ള ലൈനിൻ്റെ എൻഡിലെ പോയിന്റിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത്. സെയിം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം ഓരോ ലൈനും നല്ല പോലെ മടക്കിയെടുക്കണം. എല്ലാ ലൈനും ഇതുപോലെ നല്ലോണം മടക്കിയെടുക്കണം. എല്ലാ സൈഡും മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫോട്ടോ നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ലാമിനേഷൻ ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് പുറമേ വെച്ചിട്ട് നമുക്ക് ഈ ഫ്രെയിം ചെയ്യാം. ഇനി ഓരോ സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ചെറിയ സൈഡാണ് ഫോൾഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡ് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒട്ടിച്ചെടുക്കാം. ചെറിയ സൈഡ് ഫോൾഡ് ചെയ്തതിന് ശേഷം വലിയ സൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കോർണറിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം. രണ്ടും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്.
4 സൈഡും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എല്ലാ കോർണറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫോട്ടോ കൊളാഷ് ചെയ്യാനായിട്ട് 3 ഫോട്ടോ ഫ്രെയിമും അതുപോലെ LOVE എന്നുള്ള ലെറ്റേഴ്സ് കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 ഫോട്ടോസും ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക് സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇത് ഹാങ് ചെയ്യാനായിട്ട് ഒരു പേപ്പർ ക്ലിപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ലെറ്റേഴ്സ് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഫോട്ടോ കൊളാഷ് റെഡി. Thank you for watching.